നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഫ്കയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ചാനലുകൾ ബഹിഷ്കരിച്ച് കരിദിനമായി ആചരിക്കും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ചാനൽ ബഹിഷ്കരണം. COAയും കരിദിനത്തിൽ പങ്കെടുക്കും. ഇടത് സർക്കാരിനെതിരെ കളക്ടറേറ്റിന് സമീപം BC റോഡിൽ UDF പ്രതിഷേധ സംഗമം നടത്തി. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിചാരണ ചെയ്യണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K. സുധാകരൻ. വീട്ടിനകത്ത് രഹസ്യ അറകളിൽ സൂക്ഷിച്ച കർണാടക ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. കുമ്പള കുണ്ടങ്കാരടുക്കയിലേക്ക് പ്രഭാകരെയാണ് എക്സൈസ് പിടിയിലായത്. അനന്തപുരം ക്ഷേത്രത്തിൽ പൂജാസമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന മുതല മരിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ. മലബാർ എക്സ്പ്രസിന്റെ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK സതീശൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകളും അലങ്കാര തോരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കണ്വതീർത്ത ദേശീയപാത മുതൽ ബ്രഹ്മേശ്വരം ക്ഷേത്രം വരെ സ്ഥാപിച്ച തോരണങ്ങളും ലൈറ്റുകളുമാണ് നശിപ്പിച്ചത്. മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായി ഫർസാന. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തലേക്കള സ്വദേശി കാജ സാഹിബിന്റെ മകളുമായ ഫർസാന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. വിശദമായ വാർത്തകളിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ TV ഓപ്പറേറ്റർമാരുടെയും സംഘടനയായ സിഫ്കയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ചാനലുകൾ ബഹിഷ്കരിച്ച് കരിദിനമായി ആചരിക്കും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ചാനൽ ബഹിഷ്കരണം. കേബിൾ TV രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ COAയും കരിദിനത്തിൽ പങ്കെടുക്കും. ട്രായുടെ പുതിയ താരിഫ് ഓർഡർ നയം നടപ്പിലാക്കുന്നതിന്റെ മറവിൽ ടെലിവിഷൻ പ്രേക്ഷകർക്കുണ്ടാകുന്ന നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചും ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ തൊഴിൽ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടും കുത്തകകളെ സംരക്ഷിക്കുന്ന താരിഫ് ഓർഡറിലെ ന്യൂനതകൾ ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് സിഫ്ക വ്യാഴാഴ്ച ചാനലുകൾ ബഹിഷ്കരിച്ച് കരിദിനമായി ആചരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ചാനലുകൾ ബഹിഷ്കരിക്കുന്നത്. കേബിൾ TV രംഗത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ COAയും പ്രതിഷേധത്തിൽ പങ്കെടുക്കും. 10,000-കണക്കിന് കേബിൾ ഓപ്പറേറ്റർമാരുടെയും ഇതിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെയും തൊഴിൽ സംരക്ഷിക്കുക, പേ ചാനലുകളുടെ ഭീമമായ നിരക്ക് കുറയ്ക്കുക, GST ഒഴിവാക്കുകയോ 18% നിന്ന് 5% കുറയ്ക്കുകയോ ചെയ്യുക, പേ ചാനൽ വിതരണ കമ്മീഷൻ അനുപാതം പുനഃപരിശോധിക്കുക, NCF 150 ചാനലിന് 200 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് COA പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. COA കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി അന്നേ ദിവസം കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് ഏകദിന ഉപവാസ സമരവും സംഘടിപ്പിക്കും. നെല്ലിക്കുന്നി MLA ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് COA ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 24 രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ മുഴുവൻ ചാനലുകളും ഓഫ് ചെയ്തുകൊണ്ട് കരിദിനം ആചരിക്കുകയാണ്. ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ കേബിൾ TV രംഗത്തെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും പങ്കെടുക്കും എന്നാണ് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് അതേ ദിവസം തന്നെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഉപവാസ സമരവും നടത്താൻ സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. നെല്ലിക്കുന്ന് MLA ആണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. M. രാജഗോപാലൻ MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടന കേബിൾ TV മേഖലയിലെ പ്രമുഖർ ഈ ഉപവാസ സമരത്തിൽ ജില്ലയിൽ രാവിലെ മുതൽ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിനു ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മാധ്യമ ട്രേഡ് യൂണിയൻ കേബിൾ TV രംഗത്തെ പ്രമുഖരും ഉപവാസ സമരത്തിൽ പങ്കെടുക്കുമെന്നും COA ഭാരവാഹികൾ പറഞ്ഞു.
COA ജില്ലാ പ്രസിഡന്റ് എം മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി എം ലോഹിതാക്ഷൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ഷുക്കൂർ കോളിക്കര, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് ഹരികാന്ത്, CCN MD TV മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിചാരണ ചെയ്യണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ. കാസർഗോഡ് കളക്ടറേറ്റിന് സമീപം BC റോഡിൽ UDF സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രളയാനന്തര ഭരണസ്തംഭനത്തിനെതിരെയും ഇടത് സർക്കാരിന്റെ വിശ്വാസികളോടുള്ള വഞ്ചനയെ തുറന്നു കാണിക്കുവാനും സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയ്ക്കെതിരെ ശക്തമായ താക്കീത് നൽകുവാനുമാണ് UDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി ജില്ലാ ലൈസൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് സംഗമം നടത്തിയത്. സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകർ സംഗമത്തിൽ അണിനിരന്നു. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിചാരണ ചെയ്യണമെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KPCC വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു. ഒരു സങ്കടം കാണാനോ സങ്കടം കേൾക്കാനൊന്നും പിണറായി വിജയന്റെ മനസ്സ് അനുവദിക്കില്ല. കാരണം പിണറായി വിജയൻ പ്രത്യേക ജിനിസാണ്. ഇരട്ടച്ചക്ക് മുച്ചക്ക് എന്നൊക്കെ പറഞ്ഞ് CPMന്റെ ആളുകൾ മുഖ്യമന്ത്രി അങ്ങ് പൊക്കിയടിക്കുമ്പോ ഞങ്ങളുമൊക്കെ വിചാരിച്ചു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ ആണുങ്ങളെ പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ ആണുങ്ങളെ പോലെ ചെയ്തില്ലെന്ന് മാത്രമല്ല, പെണ്ണുങ്ങളെക്കാൾ മോശമായി എന്നതാണ് യാഥാർത്ഥ്യം കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വിവരമില്ലാത്തൊരു ഭരണാധികാരിയുടെ നിലവാരത്തിലേക്ക് പോലും മുഖ്യമന്ത്രി എത്തിയില്ല. UDF ജില്ലാ ചെയർമാൻ MC കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. A ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, KPCC സെക്രട്ടറി K നീലകണ്ഠൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A അബ്ദുൽ റഹിമാൻ, NA നെല്ലിക്കുന്നി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ഹരീഷ് P നമ്പ്യാർ, കലക്ടർ മാഹിൻ ഹാജി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, TE അബ്ദുല്ല, V കമ്മാരൻ, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ, ബാലകൃഷ്ണൻ പെരിയ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വീട്ടിനകത്ത് രഹസ്യ അറകളിൽ സൂക്ഷിച്ച കർണാടക ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. കുമ്പള കുണ്ടംകാരടുക്കയിലെ K പ്രഭാകരെയാണ് എക്സൈസ് പിടിയിലായത്. കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിലാണ് വീട്ടിനകത്ത് രഹസ്യ അറകളിൽ സൂക്ഷിച്ച കർണാടക ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി കുമ്പള കുണ്ടംകാരടുക്കയിലെ K പ്രഭാകര പിടിയിലായത്. 180 മില്ലി ലിറ്ററിൻ്റെ 60 കുപ്പി കർണാടക മദ്യവും 180 മില്ലി ലിറ്ററിൻ്റെ 32 കുപ്പി ഗോവൻ മദ്യവും പിടികൂടി. കാസർഗോഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർക്ക് കിട്ടിയ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കാസർഗോഡ് സർക്കിൾ പാർട്ടിയും കുമ്പള റേഞ്ച് പാർട്ടിയും കൂടി ഇന്നലെ നടത്തിയ റെയ്ഡിൽ വീട്ടിനകത്ത് രഹസ്യ അറകളുണ്ടാക്കി സ്വിച്ച് ബോർഡ് മറച്ചുകൊണ്ട് ഉണ്ടാക്കിയ രഹസ്യ അറയിൽ നിന്നാണ് 92 പാക്കറ്റ് കർണാടക ഗോവ മദ്യം പിടികൂടിയത്. വീട്ടുടമസ്ഥനായ പ്രഭാകരൻ നാളെ അറസ്റ്റ് ചെയ്തു. ഇന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സംഘത്തിൽ AEC മോഹൻകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ TM ശ്രീനിവാസൻ, കുമ്പള റേഞ്ച് ഇൻസ്പെക്ടർ VV പ്രസന്നകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ അശോകൻ, PK ബാലകൃഷ്ണൻ, നാരായണൻ P, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MM പ്രസാദ്, ദിനൂപ് K, നൌഷാദ് K, സിജിൻ കുമാർ, മൊയ്തീൻ സാദിഖ് എന്നിവരും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. അനന്തപുരം ക്ഷേത്രത്തിൽ പൂജാസമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന ബബിയ എന്ന മുതല മരിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രക്കുളത്തിലെ മുതലയ്ക്ക് അപകടം സംഭവിച്ച് മരിച്ചു എന്ന രീതിയിലാണ് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. വിവിധ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ഈ തെറ്റായ വാർത്ത ഇപ്പോഴും പ്രചരിക്കുകയാണ്. ദൈവിക ശക്തിയുള്ള മുതലയായ ബബിയ ഇപ്പോഴും പൂർണ്ണ ആരോഗ്യത്തോടെയും സുരക്ഷിതമായും കഴിയുന്നുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുതലയ്ക്ക് അപകടം സംഭവിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തയെ തുടർന്ന് ഭക്തജനങ്ങൾക്ക് മാനസിക വേദനയും ആഘാതവും ഉണ്ടായിട്ടുണ്ട്. ഇതിനാൽ തന്നെ തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. അങ്ങനൊരു മുതല മരിച്ചിട്ടുമില്ല, അങ്ങനൊരു പോയിട്ട് നമ്മൾ ആചാരങ്ങളോ ഇതങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ആര് വന്നാലും ഇപ്പോഴും സൈലൻ്റ് ആയ സമയത്ത് കുറേ ആൾക്കാരും കൂട്ടങ്ങളും കണ്ടാൽ ചിലപ്പോൾ മുതൽ അങ്ങനെ ഒരു സസ്യാഹാരിയായ പൂജാ സമയത്ത് നൈവേദ്യം കഴിക്കാൻ വരുന്ന ഒരു മുതല സൈലൻ്റ് ആയ സമയത്ത് എല്ലാ ദിവസങ്ങളിലും അവിടെ പ്രത്യക്ഷം വരുന്നുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്ത ആളെ നമുക്ക് പിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട്
ഈ ഫോർവേഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ പ്രശ്നമായിട്ടുള്ളത്. കാരണം അവരെ മനസ്സിലൊരു വികാരമായിരിക്കും, ആ ബബിയൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള വിഷമത്തിലായിരിക്കും അയച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചിട്ട് അതൊന്ന് പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ന്യൂസുകൾ ഫേക്ക് ആണ് എന്നുള്ളത് വ്യക്തമായി തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ മീഡിയകളും എല്ലാ ചാനലുകളും ഒന്ന് ക്ലിയർ ആയിട്ട് അത് കൊടുത്ത് നമ്മളെ അവിടെ വരുന്ന ഭക്തർക്ക് ഒരു വിഷമങ്ങളും ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് നൽകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മളിന്ന്. ജയപ്രകാശ് ഷെട്ടി, ഉദയകുമാർ ഗട്ടി, ഗോപാലകൃഷ്ണ, MT രാമാനന്ദ ഷെട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. മലബാർ എക്സ്പ്രസിന്റെ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാവിലെയുള്ള സമയമാറ്റം ജീവനക്കാരുടെ യാത്രാപ്രയാസം ഇരട്ടിപ്പിച്ചിരിക്കുകയാണെന്നും രാവിലെ 8-നും 10-നും ഇടയിൽ കാസർഗോഡ് എത്തുന്ന പാസഞ്ചർ ട്രെയിനുകളിൽ ബോഗികൾ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം CK സതീശൻ പറഞ്ഞു. ഏറ്റവും ചൂഷണം ചെയ്യുന്ന ട്രെയിനിയുടെ പേരും അപ്രന്റീസിന്റെയും ട്രെയിനീസിന്റെയും നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് തുച്ഛമായ വില നൽകേണ്ട അടിമതുല്യമായ ഒരു രീതിയാണ് ഈ ട്രെയിനീസിന്റെയും അപ്രന്റീസിന്റെയും പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ സ്ഥിരം ജീവനക്കാരെ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ പോസ്റ്റിലേക്ക് ആ ജീവനക്കാരെ നിയമിക്കുകയാണ് കോൺട്രാക്ട് വ്യവസ്ഥയിലേക്ക്. അപ്പൊ സ്ഥിരം ജീവനക്കാരെ പരമാവധി ഒഴിവാക്കാനുള്ള തീരുമാനം വെച്ചത് അതൊരു മുതലാളിത്ത രീതിയാണ്. എന്താണ് സ്ഥിരം ജീവനക്കാരെ പ്രത്യേകത? അവന് ഇൻക്രിമെന്റ് കൊടുക്കണം, അവന് ബോണസ് കൊടുക്കണം, അവന് ഗ്രേഡ് കൊടുക്കണം, പെൻഷൻ പറ്റുമ്പോൾ പെൻഷൻ കൊടുക്കണം. ഇതൊന്നും ആവശ്യമില്ല. ഒരു മുതലാളിത്ത രീതിയിൽ പരമാവധി തൊഴിലാളിയെ ചൂഷണം ചെയ്തുകൊണ്ട് കൂടുതൽ ലാഭം കിട്ടാന്നുള്ള ആ അടിസ്ഥാന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. PP ബാബു അധ്യക്ഷത വഹിച്ചു. K മനോജ് രക്തസാക്ഷി പ്രമേയവും യതീശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KP ഗംഗാധരൻ, M ചന്ദ്രശേഖരൻ, K ബാലകൃഷ്ണൻ, KV രമേശൻ, C ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി PP ബാബുവിനെ പ്രസിഡന്റായും T ദാമോദരനെ സെക്രട്ടറിയായും KV ശശിധരനെ ട്രഷററായും തിരഞ്ഞെടുത്തു. മഞ്ചേശ്വരത്ത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകളും അലങ്കാര തോരണങ്ങളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കണ്വതീർത്ത ദേശീയപാത മുതൽ ബ്രഹ്മേശ്വരം ക്ഷേത്രം വരെ സ്ഥാപിച്ച തോരണങ്ങളും ലൈറ്റുകളുമാണ് നശിപ്പിച്ചത്. ക്ഷേത്രമഠം ശ്രീക്ഷേത്രം കണ്വതീർത്ത ശ്രീ ബ്രഹ്മേശ്വര ക്ഷേത്രം ചുറ്റമ്പല സമർപ്പണത്തിന്റെയും കലശാഭിഷേകത്തിന്റെയും ഭാഗമായി സ്ഥാപിച്ച തോരണങ്ങളും ലൈറ്റുകളുമാണ് നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സ്ഥലത്ത് പോലീസ് പെട്രോളിങ്ങിനിടെയാണ് സാമൂഹ്യവിരുദ്ധർ തോരണങ്ങൾ നശിപ്പിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രശ്നസാധ്യത മേഖലയായിരുന്നിട്ടും പോലീസ് ജാഗ്രത പുലർത്തിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ಸಮಾಜದ್ರೋಹಿ ಶಕ್ತಿಗಳು ಇದರೊಟ್ಟಿಗೆ ಸೇರಿ ಈ ಕೆಲಸ ಮಾಡಿರಬೇಕೆಂದು ನಮ್ಮ ನಿನ್ನೆ ರಾತ್ರಿ 12 ಗಂಟೆ ಮೇಲೆ ಅಂದರೆ ಅದರ ತಲೆ ತಗೊಂಡು ಕಟ್ಟುವಾಗ 12 ಗಂಟೆ ತನಕ ಲೈಟಿಂಗ್ನವರೆಲ್ಲ ವ್ಯವಸ್ಥೆ ಮಾಡಿ ಲೈಟೆಲ್ಲ ಮಾಡಿ ಹೋಗುವ ಮೇಲೆ ಯಾರೋ ಬಂದಿದ್ದನ್ನು ಮುರಿದಾಕಿ ಇಲ್ಲಿ ಅಶಾಂತಿ ಉಂಟು ಮಾಡಲೆಂದು ಹವಣಿಸಿದ್ದಾರೆ. ಅದಕ್ಕೆ ಪೊಲೀಸಲ್ಲಿ ಕಂಪ್ಲೇಂಟನ್ನು ಸಲ್ಲಿಸಿದ್ದೇವೆ. ಆದರೆ ಪೊಲೀಸ್ ಅದಕ್ಕೆ ಯಾವ ರೀತಿ ಇದು ಮಾಡ್ತಾರೆ ಎಂಬುದನ್ನು ನಾವಿನ್ನು ನೋಡಬೇಕಷ್ಟೇ. പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷമുണ്ടാക്കുവാൻ ശ്രമിക്കുന്നവരാണ് തോരണങ്ങൾ തകർത്തതെന്നും ഇവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരിസരവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KCN. മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായ ഫർസാന സോഫ്റ്റ് ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തലേക്കള സ്വദേശി ഖാജ സാഹിബിന്റെ മകളുമായ ഫർസാന ഇതോടെ കായിക രംഗത്ത് കാസർഗോഡിന്റെ ഭാവി വാഗ്ദാനമാവുകയാണ്. ജില്ലയിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിന്നും 18 പേരിൽ നിന്നാണ് ഫർസാനയെ സോഫ്റ്റ് ബോൾ ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്ക് തിരഞ്ഞെടുത്തത്. സ്വപ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഇടം നേടിയ ഫർസാന ഇപ്പോൾ മഞ്ചേശ്വരത്തിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. കുഞ്ചത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഫർസാന ഇതിനകം തന്നെ നിരവധി മത്സരങ്ങളിൽ വിജയിച്ച് അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയിരുന്നു. ദേശീയ ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി 24-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ പോകുന്ന ഫർസാനയ്ക്ക് സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ആദരം നൽകി. ಅಧ್ಯಾಪಕರು ವಿದ್ಯಾರ್ಥಿಗಳು ರಕ್ಷಿತಾಕ್കളുമടക്കം ನಿರವಧಿ പേർ ಪರಿಪಾಡಿയിൽ ಪಂಗೆಡುತ್ತು. 8A ತರಗತಿಯ ಫರ್ಸಾನ ರಾಷ್ಟ್ರಮಟ್ಟಕ್ಕೆ ಆಯ್ಕೆಯಾಗಿದ್ದಾಳೆ. ಬಹಳ ಸಂತೋಷದ ವಿಷಯ. ಅವಳಿಗೆ ಶಾಲೆಯ ಹಾಗೆ ಶಾಲೆಯ ಎಲ್ಲ ಮಕ್ಕಳ ಪರವಾಗಿ ಅಧ್ಯಾಪಕರ ಪರವಾಗಿ ಎಲ್ಲರ ಪರವಾಗಿ ನಾನು ಶುಭವನ್ನು ಹಾರೈಸ್ತಾ ಇದ್ದೇನೆ. പത്തനംതിട്ടയിലെ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം ഫർസാന അടുത്ത മാസം 8-ന് പഞ്ചാബിൽ നടക്കുന്ന സോഫ്റ്റ് ബോൾ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും.
പഞ്ചാബിലേക്ക് പോകുന്ന ഫർസാനയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലാണ്. ന്യൂസ് ഡെസ്ക് KCN. ആഘോഷങ്ങൾക്ക് ശേഷം പ്രദേശം ശുചീകരിച്ച് ആഘോഷ കമ്മിറ്റി മാതൃകയായി. കള്ളാർ മഹാവിഷ്ണു ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് മാതൃകയായത്. കള്ളാർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനു ശേഷമുള്ള രാത്രിയിലാണ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസര പ്രദേശങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടന്നത്. കള്ളാർ പഞ്ചായത്ത് ഓഫീസ് മുതൽ മീത്തലെ കള്ളാർ വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ചത്. ആഘോഷ ദിനങ്ങളിൽ ടൗണിലെ മാലിന്യവും നീക്കിയിരുന്നു. ശുചീകരണത്തിന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ സുഭാഷ് വർമ്മ, കൺവീനർ H. വിഘ്നേശ്വര ഭട്ട് തുടങ്ങിയവർ നേതൃത്വമേകി. വിവിധ മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിച്ചിരുന്നു. MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം ചിലവാക്കി ആൾപ്പാർപ്പില്ലാത്ത സ്ഥലത്തേക്ക് റോഡ് നിർമ്മിക്കുന്നതായി പരാതി. മഞ്ചേശ്വരം പഞ്ചായത്തിലെ 11ാം വാർഡായ കടമ്പാറിലാണ് സംഭവം. റോഡ് നിർമ്മിക്കുന്നതിനെതിരെ വിവിധയിടങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. 100-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ കർഷകരടക്കമുള്ള ആളുകൾക്ക് ഏറെ പ്രയോജനപ്പെടുമായിരുന്ന റോഡാണ് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റുവാൻ തീരുമാനിച്ചത്. കടമ്പാർ സ്കൂളിനും സബ്സ്റ്റേഷനും സമീപത്തു നിന്ന് 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ളതും ആൾപ്പാർപ്പില്ലാത്തതും 5-6 കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന അംഗൻവാടി മാത്രമുള്ള സ്ഥലത്തേക്കാണ് 1/2 കോടി രൂപ മുടക്കി റോഡ് നിർമ്മിക്കുവാനൊരുങ്ങുന്നത്. 50 കൊല്ലം മുമ്പ് വെട്ടിത്തെളിച്ച ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ റോഡ് എത്രയും പെട്ടെന്ന് ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരുപാട് തവണ ഗ്രാമസഭയിലും മറ്റും റോഡിന്റെ കാര്യം പറഞ്ഞെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ കുറേ നെൽകൃഷിയും എല്ലാ കൃഷി പ്രദേശങ്ങളൊക്കെ ടച്ചാകുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിനെ ഞങ്ങൾ കുറേ കൊല്ലത്തുനിന്ന് പിന്നെ ഗ്രാമസഭയിലോ പഞ്ചായത്ത് മെമ്പറിനോടോ ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ടേയുണ്ട്. എന്നാലും നമ്മളെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ MLA ഫണ്ടിനെ എന്തും യൂസ് ഇല്ലാതെ മിസ്യൂസ് ചെയ്തിട്ട് ഒരു ആൾക്കാർ താമസമില്ലാതെ ഒരു അംഗൻവാടിൻ്റെ പേര് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വാർഡ് മെമ്പർക്ക് ഒന്നും അത് അറിയാതെ അത് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് ഇവർ ഇപ്പോൾ ചെയ്തോണ്ട് പഞ്ചായത്ത് മെമ്പർക്ക് പോലും വിവരം നൽകാതെയാണ് പ്രസ്തുത റോഡ് ആരുടെയോ വ്യക്തി താൽപര്യത്തിന്റെ മാത്രം പേരിൽ മറ്റൊരിടത്തേക്ക് മാറ്റിയതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വിഷയത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് KCN. പണി പൂർത്തിയായ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. നിർമ്മാണം പൂർത്തിയായ ആലാമിപ്പള്ളിയിലെ പുതിയ ബസ് സ്റ്റാൻഡ് തുറന്നുകൊടുക്കുന്നതിലൂടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുമെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PP സുധാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ ഒരു കാര്യവും പരിഹരിക്കപ്പെട്ടു. അതുകൊണ്ടാണ് മധ്യപ്രദേശിൽ കിസാൻ സഭയിൽ വലിയ ശക്തിയല്ല, കുറച്ച് ആടിമൊഴി ഉണ്ടെന്നല്ലാണ്ട്. പക്ഷെ ഈ കിസാൻ സഭയിൽ അറിയാതെയാണ് മധ്യപ്രദേശിലെ 5 ജില്ലകളിൽ കർഷകര് സമരം കൊണ്ടിങ്ങനെ സമരത്തിന് തീച്ചുവിടണമെന്നൊക്കെ പറയില്ലേ, അങ്ങനെ പൊട്ടിപ്പുറപ്പെട്ടുള്ള കർഷക സമരം നടന്നിട്ടില്ല. രാജസ്ഥാനില് ഇടതുപക്ഷത്തിന് കുറച്ച് ശക്തിയുടെ ആ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള കർഷക സമരം നടന്നിട്ടുണ്ട്. കർഷകരോട് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തതുകൊണ്ടാണ്. ജില്ലാ സെക്രട്ടറി AV പ്രഭാകരൻ, ജില്ലാ പ്രസിഡന്റ് V ചന്ദ്രൻ, സംസ്ഥാന സമിതി അംഗം K സതീശൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കണ്ണൻ നായർ, V സുരേശൻ, രമേശൻ കോളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. KGOA ഏരിയ പ്രസിഡന്റായി V സുരേശനെയും ഏരിയ സെക്രട്ടറിയായി V ആനന്ദനെയും തെരഞ്ഞെടുത്തു. 13 വർഷങ്ങൾക്ക് ശേഷം പയ്യന്നൂർ ശ്രീ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് ഒരുങ്ങുന്നു. ഫെബ്രുവരി 4 മുതൽ 7 വരെ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട്ട് കുത്തുവിളക്ക് ശില്പം സ്ഥാപിച്ചു. 13 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് പയ്യന്നൂർ പൂന്തുരുത്തി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത്. കളിയാട്ട ദിനങ്ങളിൽ വിവിധ കലാസാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കും. ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പ്രചരണത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ട് കുത്തുവിളക്ക് ശില്പം സ്ഥാപിച്ചു. കുത്തുവിളക്ക് ശില്പ ഉദ്ഘാടനവും തുടർന്ന് സംഘടിപ്പിച്ച സ്നേഹസംഗമവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ആഘോഷങ്ങളെല്ലാം സമ്പന്നമായിരിക്കണം. ഒരിക്കലും ആഘോഷങ്ങൾ സംഘർഷമാകരുത്. അത് സന്തോഷപ്രദമാക്കാൻ നമുക്കെല്ലാവർക്കും ജാതിമത ഭേദമെന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിൽ പങ്കാളികളാകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ H. ഹരിഹര അയ്യർ അധ്യക്ഷത വഹിച്ചു. ഹോസ്തൃക് CI CK സുനിൽകുമാർ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, ബഷീർ വെള്ളിക്കോത്ത്, വാർഡ് കൗൺസിലർ M. ബൽരാജ്, സത്യൻ പൂച്ചക്കാട്, H. ഗോകുൽദാസ് കാമത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. മുച്ചിലോട്ട് പെരുങ്കളിയാട്ട പത്രാധിപ സമിതി അംഗം ബഷീർ ആറങ്ങാടി സ്വാഗതവും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പാണച്ചേരി തമ്പാൻ നന്ദിയും പറഞ്ഞു.
അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന്റെ സ്കൂൾ രേഖ ഏറ്റുവാങ്ങൽ ജനുവരി 26-ന് നടക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സ്കൂൾ രേഖ ഏറ്റുവാങ്ങും. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സ്കൂൾ PTA, പൂർവ്വ വിദ്യാർത്ഥി സംഘടന, വികസന സമിതി എന്നിവയുടെയും പരിശ്രമ ഫലമായാണ് വിദ്യാലയം ഗ്രാമത്തിന് സ്വന്തമാക്കിയത്. 26-ന് നടക്കുന്ന ചടങ്ങിൽ ഹമീദ് ഹാജിയിൽ നിന്നും റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സ്കൂൾ രേഖ ഏറ്റുവാങ്ങും. വി മോഹനൻ മാസ്റ്ററെ ചടങ്ങിൽ മന്ത്രി ആദരിക്കും. സ്കൂൾ വികസനത്തിനായി UAE കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് P കരുണാകരൻ MP ഏറ്റുവാങ്ങും. റവന്യൂ മന്ത്രിയും നമ്മുടെ MP അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പരിപാടി നമ്മുടെ 78 വർഷത്തെ ഒരു ഗ്രാമത്തിന്റെ കാത്തിരിപ്പാണ്. UAE കമ്മിറ്റി ട്രഷറർ MM നാസർ ഫണ്ട് കൈമാറും. രാവിലെ 11 മണി മുതൽ വിവിധ കലാസാംസ്കാരിക പരിപാടികളും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ, K രാജൻ, KA മണികണ്ഠൻ, PP കുഞ്ഞബ്ദുള്ള, MG ശംസുദ്ദീൻ, സുശീല രാജൻ, AP രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഫ്കയുടെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച ചാനലുകൾ ബഹിഷ്കരിച്ച് കരിദിനമായി ആചരിക്കും. രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ചാനൽ ബഹിഷ്കരണം. COAയും കരിദിനത്തിൽ പങ്കെടുക്കും. ഇടത് സർക്കാരിനെതിരെ കളക്ടറേറ്റിന് സമീപം BC റോഡിൽ UDF പ്രതിഷേധ സംഗമം നടത്തി. പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അട്ടിമറിച്ച മുഖ്യമന്ത്രിയെ ജനങ്ങൾ വിചാരണ ചെയ്യണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ. വീട്ടിനകത്ത് രഹസ്യ അറകളിൽ സൂക്ഷിച്ച കർണാടക ഗോവൻ നിർമ്മിത വിദേശ മദ്യവുമായി ഒരാൾ അറസ്റ്റിൽ. കുമ്പള കുണ്ടങ്കാരടുക്കയിലേക്ക് പ്രഭാകരെയാണ് എക്സൈസ് പിടിയിലായത്. അനന്തപുരം ക്ഷേത്രത്തിൽ പൂജാസമയത്ത് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്ന മുതല മരിച്ചെന്ന തരത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ വാർത്തയാണെന്ന് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഭാരവാഹികൾ. വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ. മലബാർ എക്സ്പ്രസിന്റെ സമയമാറ്റം പുനഃപരിശോധിക്കണമെന്ന് NGO യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം CK സതീശൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ചേശ്വരത്ത് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ട്യൂബ് ലൈറ്റുകളും അലങ്കാര തോരണങ്ങളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. കണ്വതീർത്ത ദേശീയപാത മുതൽ ബ്രഹ്മേശ്വരം ക്ഷേത്രം വരെ സ്ഥാപിച്ച തോരണങ്ങളും ലൈറ്റുകളുമാണ് നശിപ്പിച്ചത്. മഞ്ചേശ്വരത്തിന്റെ അഭിമാനമായി ഫർസാന. കുഞ്ചത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയും തലേക്കള സ്വദേശി കാജ സാഹിബിന്റെ മകളുമായ ഫർസാന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.